സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ എല്ലാ അരികളിലും എല്ലാ വഴികളിലും വഴിയോരത്ത് മാത്രമായി നിർത്തിയിരിക്കുന്ന ഒരു നിശബ്ദനായ കാഴ്ചക്കാരനാണ് പ്രകൃതി. സത്യങ്ങൾ, വിശ്വാസ്യത, യാഥാർത്ഥ്യം, സമൂഹത്തോടുള്ള കൂറ്, ഇതിനെയെല്ലാം എങ്ങനെ എത്ര ശാസ്ത്രീയമായി മാധ്യമങ്ങൾ പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്നു എന്ന അതേപോലെ തന്നെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ പ്രകൃതിക്ക് അല്ലെങ്കിൽ പ്രകൃതിയോട് ചേർന്ന് പോകേണ്ട ഒരു സാമൂഹിക രീതിയുടെ പ്രാധാന്യത്തിൻ്റെ സ്ഥാനവും. അവിടെയാണ് നമ്മൾ ചില പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കേണ്ടത്. അതിലൊന്നാമത്തേത് ഇന്ത്യയിലെ ഒരു ഹൈക്കോടതിയുടെ വിധിയാണ്. ഒരുപക്ഷെ ഭൂമിയുടെ അവകാശികൾ എന്നെല്ലാം നമ്മൾ ഭൂമിയുടെ അവകാശികൾ എന്നൊക്കെ പറയുന്നത് പോലെ സാഹിത്യ ലോകം പറയുന്നത് പോലെ ഭൂമിയെ ഉപയോഗിക്കുന്ന ഒരുപാട് ജീവജാലങ്ങളിൽ ഒന്ന് മാത്രമാണ് മനുഷ്യൻ എന്ന തിരിച്ചറിവിലേക്ക് മനുഷ്യൻ എത്തേണ്ടതിനെക്കുറിച്ചും ഒരു വലിയ ശൃംഖലയിലെ വളരെ നേർത്തൊരു കണ്ണി മാത്രമാണ് മനുഷ്യനെന്നും ആ കണ്ണിയോട് ചേർന്ന് നിൽക്കുന്ന ഏതെങ്കിലും ഒന്നിനെ മുറിക്കാൻ മനുഷ്യൻ ശ്രമിക്കുമ്പോൾ മൊത്തം ആവാസ വ്യവസ്ഥയും താളം തെറ്റുമെന്നുള്ളതും നമ്മൾ പലവട്ടം അറിഞ്ഞിരുന്നു. നമ്മൾ പല വീഡിയോകളിൽ ചർച്ച ചെയ്തു. അത്തരം യാഥാർത്ഥ്യത്തിലേക്ക് തന്നെയാണ് ജലാശയങ്ങൾ മുതൽക്കുള്ള ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ ജീവജാലങ്ങൾക്കും കാലാവസ്ഥ വ്യതിയാനത്തിൽ നിന്ന് സംരക്ഷണം നൽകേണ്ടത് മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണെന്നും അവർക്കെല്ലാം മനുഷ്യരുള്ള അതേ അവകാശം ഈ പുഴകൾക്കും ഈ കടലിനും എല്ലാം ഉണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു നിരീക്ഷണം. നിയമപീഠം അത്തരം ഒരു നിരീക്ഷണം നടത്തുന്നത് ഒരുപക്ഷെ നിസ്സഹായതയിൽ നിന്നുകൊണ്ടാണ്. അത് നടപ്പിൽ വരുത്തുമെന്ന് ഉറപ്പുവരുത്താൻ നിയമ സംവിധാനത്തിൽ കഴിഞ്ഞെന്ന് വരില്ല. അത്തരം ചില പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ക്ലൈമറ്റ് ഫിനാൻസ് ആവാം, കാർബൺ സിങ്ക് ആവാം, കാലാവസ്ഥാ അഭയാർത്ഥികളെന്ന് പേടിപ്പിക്കുന്ന ഒരു സാമൂഹിക യാഥാർത്ഥ്യമാവാം. ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ ഹൈക്കോടതിയുടെ വിധി വരുന്നത്. ആ വിധിയെ നമ്മൾ എത്രമാത്രം ചർച്ച ചെയ്തിരുന്നു, ആ വിധിയെ എത്രമാത്രം ചർച്ച ചെയ്യാൻ ഇവിടുത്തെ മാധ്യമങ്ങൾ ശ്രമിച്ചിരുന്നു എന്നിടത്തു നിന്നുമാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കേണ്ടത്. അത് നമ്മുടെ രണ്ടാമത്തെ ഘട്ടത്തിലേക്കാണ് നമ്മളത് പറയേണ്ടത്. കാരണം ക്ലൈമറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത് വിദഗ്ധരായ ആളുകൾ പറയുന്നത് പോലെ പ്രകൃതിയോട് ചേർന്ന് പോകുന്ന, പ്രകൃതിയെ ദുരുപയോഗം ചെയ്യാത്ത ഒരു വ്യവസ്ഥിതിയിലേക്ക് മാറാൻ ഒന്നാം ലോക രാജ്യങ്ങൾക്കല്ലാത്തവയ്ക്ക് എടുക്കുന്ന സമയം, ചിലവ്, ഇതിനെല്ലാം ഈ ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പുറപ്പെടുവിക്കുന്ന അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ ഉത്തരവാദിത്തമാണ് ക്ലൈമറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടറോ ഓട്ടോയുടെ കാര്യം പറയുന്ന പോലെ അത്തരമൊരു സംവിധാനത്തിലേക്ക് മാറാനെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു വലിയ ചിലവാണ്, പ്രത്യേകിച്ചും മൂന്നാം ലോക രാജ്യങ്ങൾക്ക്. അത്തരം ചിലവുകൾ വഹിക്കാൻ ഒന്നാം ലോക രാജ്യങ്ങൾക്കുള്ള ഉത്തരവാദിത്തത്തെക്കുറിച്ചാണ് ഈ ക്ലൈമറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത്. അതിന് മറ്റൊരു തലത്തിലേക്ക് ആ ക്ലൈമറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത് മറ്റൊരു സാമ്പത്തിക യാഥാർത്ഥ്യമായിട്ട് ലോകമെമ്പാടും മാറിയിരിക്കുന്നതും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മളിനി വരുത്താൻ പോകുന്ന ചിലവുകൾ, അല്ലെങ്കിൽ നമ്മളിനി വരുത്തേണ്ടുന്ന ചിലവുകൾ. ഏറ്റവും വേഗതയേറിയ, ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ള, ഏറ്റവും ചിലവ് ചുരുക്കിയ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ഓട്ടത്തിനിടയിൽ പ്രകൃതിയെ വഴിയിലിരുത്തിക്കൊണ്ടുള്ള ഒരു യാത്രയിൽ നമ്മൾ ഇനി വരുത്താൻ പോകുന്നത്, ഇനി സംഭവിക്കാൻ പോകുന്നത് ഈ ചിലവുകളെല്ലാം നമ്മൾ വന്ന് കൂടുന്നു എന്നുള്ളത്. അത് സ്വന്തം തോട്ടം നനയ്ക്കാൻ ഫൈൻ അടയ്ക്കേണ്ടി വരുന്ന ബാംഗ്ലൂർ നിവാസിയാവാം, ഇന്ത്യയുടെ സിലിക്കോൺ വാലി എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ നിവാസിയാവാം, കാടിറങ്ങി വരുന്ന സിംഹമോ ആനയോ ആവാം. അപ്പോൾ ഇത് കാണിക്കുന്നത് ഇത് ഒരു വലിയ സാമ്പത്തിക യാഥാർത്ഥ്യത്തിലേക്കാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതിലൂടെ ഇതാണ്
ഒരു വശം. ഇതിൻ്റെ മറ്റൊരു വശമാണ് ഈ ക്ലൈമറ്റ് ഫിനാൻസിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ക്ലൈമറ്റ് ഫിനാൻസ് എന്നുള്ള വിഭാഗത്തിൽ ഉൾപ്പെടുത്താത്ത ഒരു ക്ലൈമറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയാവുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ കാലാവസ്ഥാ ചിലവുകൾ എന്ന് പറയാവുന്ന മറ്റൊരു കാര്യമാണ് ആരോഗ്യത്തിൽ വരുന്ന മാറ്റം, ആരോഗ്യത്തിൽ വരുന്ന തിരിച്ചടി. ആരോഗ്യത്തിനു വേണ്ടി അത് ജീവിതശൈലി രോഗങ്ങളാവാം. പ്രത്യേകിച്ച് കേരളം പോലെ സംസ്ഥാനങ്ങളിൽ സാമൂഹ്യ സാമ്പത്തിക പുരോഗതി നേടിയ കേരളം പോലെ സംസ്ഥാനത്തിൽ വരാൻ പോകുന്ന ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചിലവാകാം, മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളാകാം. അതുമല്ലെങ്കിൽ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നൊരു സാമ്പത്തിക കരുത്ത് നഷ്ടപ്പെട്ടുകൊണ്ട് 2050 2060 ആകുന്നതോടെ ജനസംഖ്യയിലെ വലിയൊരു വിഭാഗം വയോജനങ്ങളാവുകയും അവർക്ക് ഒരു 100 വർഷം മുമ്പുണ്ടായിരുന്ന വയോജനങ്ങൾക്കുള്ള ആരോഗ്യമില്ലാത്ത സാഹചര്യം വരികയും ചെയ്യുമ്പോൾ വലിയൊരു സാമ്പത്തിക ചിലവായിട്ട് അത് മാറുകയാണ്. അപ്പോൾ ക്ലൈമറ്റ് ഫിനാൻസിൻ്റെ 2 തലങ്ങളാണ് ഈ പറയുന്നത്. എവിടുത്തെ നേരത്തെ പറഞ്ഞ ക്ലൈമറ്റ് കാലാവസ്ഥ അഭയാർത്ഥികൾ എന്ന യാഥാർത്ഥ്യത്തിലേക്ക് വരും. വെള്ളം കിട്ടാതെ മികച്ച ജോലി തേടി മികച്ച വിദ്യാഭ്യാസം തേടി നാട് വിട്ടു പോകുന്ന ആളുകളിൽ നിന്ന് മാറിയിട്ട് വെള്ളം തേടി കൃഷി ചെയ്യാനുള്ള സ്ഥലം തേടി, അല്ലെങ്കിൽ കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയില്ല, എങ്ങനെയെങ്കിലും ജീവിക്കാൻ തേടി സ്ഥലം ഉപേക്ഷിച്ച് പോകുന്നവർ, അത് അഭയാർത്ഥികളാണ്. ആ അഭയാർത്ഥികളാണ് മറ്റൊരു ക്ലൈമറ്റ് റെഫ്യൂജീസ് എന്ന് പറയുന്ന മറ്റൊരു വലിയ ഭീഷണി, അല്ലെങ്കിൽ മറ്റൊരു വലിയ ഭീതി, അല്ലെങ്കിൽ മറ്റൊരു വലിയ യാഥാർത്ഥ്യം, അസ്വസ്ഥ ഉളവാക്കുന്ന യാഥാർത്ഥ്യം. ആ കാലാവസ്ഥ അഭയാർത്ഥികളുടെ കൂട്ടത്തിൽപ്പെടുന്നവർ തന്നെയാണ് ഈ സിംഹവും പുലിയും ആനയും എന്ന് വേണമെങ്കിൽ പറയാം. ആവാസ വ്യവസ്ഥയിൽ വരുന്ന മാറ്റം, ആ മാറ്റത്തെക്കുറിച്ചാണ്, ഒരു കണ്ണിയെ ഭേദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മാറ്റത്തെക്കുറിച്ചാണ് ആ ഹൈക്കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. ആ മാറ്റം വരുത്താൻ പോകുന്നത് പ്രകൃതിക്കുണ്ടാകുന്ന മാറ്റമാണെന്നുള്ളത് മാത്രമാണ് നമ്മൾ ഇത്ര കാലം കണക്കാക്കിയത്. അതുകൊണ്ട് നമ്മളതിനെ അവഗണിക്കുന്നു. പക്ഷേ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തുകയാണ്. എത്രയല്ലേ, നമ്മുടെ പുഴയും നമ്മുടെ കടൽ വിഭവങ്ങൾ എന്ന് പറയുന്നത് ആരോഗ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഭക്ഷ്യ വ്യവസ്ഥ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മുമ്പൊരു വീഡിയോ ചർച്ച ചെയ്തു. അപ്പോൾ കടൽ വിഭവങ്ങൾ നമുക്ക് ഭക്ഷണം, ആരോഗ്യകരമായ ഭക്ഷണം നമുക്ക് തരുന്നില്ല. നമ്മുടെ പുഴയിൽ നമുക്ക് നല്ല വെള്ളം ലഭിക്കുന്നില്ല, കരുവേപ്പില പറിക്കാൻ കഴിയുന്നില്ല, ഇതുവരെ കാണാത്ത അണുക്കൾ, കീടങ്ങൾ നാട്ടിലെത്തുന്നു. അവയും ഇതുപോലെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെട്ട അഭയാർത്ഥികളാണ്. ലൈറ്റ് പൊല്യൂഷനിലൂടെ ജീവിതം നഷ്ടപ്പെട്ടു പോയ ചെറിയ ജീവിവർഗ്ഗങ്ങൾ. മുമ്പൊരു വീട്ടിൽ നമ്മൾ പറഞ്ഞിരുന്നു, മുമ്പൊരു വിദഗ്ധ ആൾ പറഞ്ഞല്ലോ, മയിൽ ഒരു നാട്ടിലെത്തുന്നുണ്ടെങ്കിൽ അത് വരൾച്ചയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ മനുഷ്യനും മൃഗങ്ങളും കാടുമായുള്ള സംഘർഷങ്ങൾ പതിവാകുന്നു. ഇതുവരെ കാണാത്ത ജീവികൾ അത് നാട്ടിലെത്തുന്നു, അല്ലെങ്കിൽ നമ്മുടെ നിരത്തുകളിലെത്തുന്നു. അവ സൃഷ്ടിക്കുന്ന പുതിയൊരു ചങ്ങല, ആ ചങ്ങലയിൽ ഭക്ഷ്യസുരക്ഷ നമുക്ക് നഷ്ടപ്പെടുന്നു. ഒന്നിനെയും ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു ചങ്ങല ഭേദിക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ആരോഗ്യത്തെയും പ്രകൃതിയെയും സമ്പദ് വ്യവസ്ഥയും ബാധിക്കുന്ന തിരിച്ചറിവിലേക്കാണ് ആഗോള സമ്പദ് വ്യവസ്ഥയെത്തുന്നത്. നമ്മൾ കൊറോണ സമയത്തൊക്കെ നമുക്ക് കണ്ടു തുറന്നിരുന്ന സാമ്പത്തിക നയം, ആ തുറന്ന സാമ്പത്തിക നയത്തിന് പ്രശ്നങ്ങളുണ്ടാകുന്നു. യുദ്ധമോ ഇതുപോലെയുള്ള പകർച്ചവ്യാധികൾ വരുമ്പോൾ പുതിയ രീതിയിൽ തൊഴിലെടുക്കാൻ നമ്മൾ നിർബന്ധിതരാകും. അപ്പോൾ ഇത്തരം യാഥാർത്ഥ്യങ്ങളിലേക്ക് നമ്മൾ എത്തുക. ഇതെല്ലാം നേരത്തെ പറഞ്ഞ വേണമെങ്കിൽ ക്ലൈമറ്റ് ഫിനാൻസിൻ്റെ മറ്റൊരു വിഭാഗമായിട്ട് നമുക്ക് കരുതാൻ കഴിയും. ക്ലൈമറ്റ് റെഫ്യൂജിയുടെ ഭാഗമായിട്ട് ഇവരെല്ലാം നമുക്ക് കാണാൻ കഴിയും. പിന്നെ അതിൽ പറയുന്ന കാർബൺ സിങ്കുകൾ എന്ന് പറയുന്നത് നമുക്ക് ശ്വസിക്കാൻ കഴിയാത്ത കാർബണിനെയൊക്കെ നമ്മളിലേക്ക് എത്തിക്കാതെ, അല്ലെങ്കിൽ മനുഷ്യൻ നേരിട്ട് ശ്വസിക്കേണ്ടി വരാത്ത ഒരു സാഹചര്യത്തിലേക്ക് നിർത്തുന്ന പ്രകൃതിയുടെ ആവാസ വ്യവസ്ഥയെ നമ്മൾ തടസ്സപ്പെടുത്തുകയും അത്തരം ആവാസ വ്യവസ്ഥയെ നമ്മൾ പരിപോഷിപ്പിക്കേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ചാണ് ഈ കാർബൺ സിങ്കുകൾ ബോധിപ്പിക്കുന്നത്. എന്നാൽ ആ കാർബൺ സിങ്കുകളിൽ എത്രമാത്രം ആത്മാർത്ഥത ഭരണകൂടങ്ങൾക്കുണ്ട് എന്ന് നമ്മൾ സംശയത്തോടെ നോക്കേണ്ടിയിരിക്കുന്നു. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിലൊന്നാണ് അന്താരാഷ്ട്ര തണ്ണീർത്തട വർഷം, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. ധാന്യവിളകൾ, ഇത്തരം ധാന്യവിളകൾ ജലം വളരെ കുറച്ച് ഉപയോഗിക്കുന്നവയാണ്, കീടനാശിനികൾ വളരെ കുറച്ച് ഉപയോഗിക്കുന്നവയാണ്. ഇത് രണ്ടും സമ്പദ് വ്യവസ്ഥയും പ്രകൃതിയും വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നു. എന്നാൽ അത് എത്രമാത്രം ആത്മാർത്ഥയോടെ നമുക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നത് വളരെ ഭീതിയോടെ, അല്ലെങ്കിൽ വളരെ സംശയത്തോടെ നമ്മൾ നോക്കിക്കാനേണ്ട കാര്യമാണ്. ഇതിനൊരു മുൻകൈ എടുത്ത് ഇന്ത്യ ആണെന്ന് പറയുമ്പോൾ പോലും ഫോറസ്റ്റ് നിയമത്തിൽ നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥയില്ലായ്മ
നമ്മൾ കണക്കിലെടുക്കുമ്പോൾ ഇത് നമ്മൾ സംശയത്തോടെ തന്നെ കാണേണ്ടത്. കാരണം വെറും മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ള തലത്തിലേക്ക് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് മാറുകയും അതിനെ ശാസ്ത്രീയമായി നോക്കിക്കാണാതെ കൃഷി രീതികളിലെ മാറ്റങ്ങൾ, അതിലെ വൈരുദ്ധ്യങ്ങൾ, ഇന്ത്യ പോലൊരു വലിയ രാജ്യത്ത് അതിൻ്റെ മാറ്റങ്ങൾ ഇതെല്ലാം കണക്കിലെടുക്കാതെ മരം നട്ടുപിടിപ്പിക്കുകയും ചെടി നട്ടുപിടിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ടുകൾ മാറുന്നതിനെക്കുറിച്ചെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഇത് മാധ്യമങ്ങളിൽ ചർച്ചയിലൂടെ അറിയുന്നില്ല. അത് നമ്മൾ മറ്റൊരു വിഷയത്തിൽ അതിൽ നമുക്ക് കടക്കാം, അതിലേക്ക് നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ കിടക്കാം. അപ്പോൾ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയാലും അന്താരാഷ്ട്ര തണ്ണീർത്തടങ്ങളായാലും ഈ അന്താരാഷ്ട്ര തണ്ണീർത്തടങ്ങളെല്ലാം ഈ കാർബൺ സിഗ്ഗുമായി വേണമെങ്കിൽ നമുക്ക് യോജിപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് പ്രകൃതിയെ മുറിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ചങ്ങലകൾ ഭേദിക്കുന്നു. ആ ചങ്ങലകൾ ഭേദിക്കുമ്പോൾ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ സമ്പത്ത് നഷ്ടപ്പെടും. സമ്പത്തും ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ വേഗം നഷ്ടപ്പെടുന്നു. അപ്പോൾ വേഗം നഷ്ടപ്പെടുന്നതോടെ നമ്മൾ കിതയ്ക്കാൻ തുടങ്ങുന്നു. ഇത് തന്നെയാണ് 2050 ഈ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്ന ആ ഒരു കരുത്ത് ഉപയോഗിക്കപ്പെടാതെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ 2060 സംഭവിക്കാൻ പോകുന്നു. സാമ്പത്തികമായ സ്വയം പര്യാപ്തം ഒരുവിധം എല്ലാ രാജ്യങ്ങൾക്കും നഷ്ടപ്പെടുക. പ്രത്യേകിച്ച് ചൈനയൊക്കെ അതിൻ്റെ ഘട്ടത്തിലേക്ക് ഏകദേശം ആരംഭിച്ചു കഴിഞ്ഞു. അവിടെയാണ് നമ്മൾ ചില പ്രധാനപ്പെട്ട ഇത് ഒരു ഒന്നാം ഘട്ടമാണ്. ഇവിടെയാണ് നമ്മൾ പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് കടക്കേണ്ടതും ചെറിയ രീതിയിൽ നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് നമ്മൾ മാധ്യമങ്ങളുടെ, ഇംഗ്ലീഷിലെ എംബഡഡ് ജേർണലിസം എന്ന് പറയുന്ന മാധ്യമങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ അതുപോലെ ആ കർഷകരെ, സാമ്പത്തിക ശാസ്ത്രജ്ഞരെ, മാധവ് ഗാഡ്ഗിലിനെയും ഗ്രേറ്റ് ടെൻബർഗിനെയും പോലുള്ള ആളുകളെ വിലമതിക്കുന്ന അവരുടെ പ്രവൃത്തികൾക്ക്, അവരുടെ ചിന്തകൾക്ക്, അവരുടെ താല്പര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരം ഉയർന്നു വരാൻ മാധ്യമങ്ങൾ ശ്രദ്ധ ചെലുത്തില്ല എന്നിടത്താണ് ലോകത്തിൻ്റെ പരാജയം. അത് പുരോഗമന സമൂഹങ്ങളിൽ സംഭവിക്കുമ്പോഴാണ് ഏറ്റവും വലിയ ഭീതി ഉണ്ടാകുന്നത്. അത് പാശ്ചാത്യ രാജ്യങ്ങളാവാം, കേരളമാണ്. അവിടെയാണ് നമ്മൾ എംബഡഡ് ജേർണലിസം എന്ന് പറയുന്ന വലിയ ഭീതിയെ നമ്മൾ നോക്കിക്കാണേണ്ടത്. അധികാരത്തോട് ചേർന്നിരിക്കുന്ന മാധ്യമ സംസ്കാരം ഒരുപക്ഷെ അമേരിക്കയിലും യൂറോപ്പിലുമൊക്കെ ശക്തി പ്രാപിക്കുന്ന സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു അളവ് ആയുധങ്ങൾക്ക് വേണ്ടി തങ്ങൾക്കില്ലാത്ത വിഭവങ്ങൾ, അത് എണ്ണയാവാം, അത്തരം വിഭവങ്ങൾ തേടിയുള്ള യാത്രകൾക്ക് വേണ്ടി ചിലവഴിക്കുക. അതിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ സൃഷ്ടിക്കും, അരാജകത്വം സൃഷ്ടിക്കും. അത്തരമൊരു രീതിക്ക് ശക്തി പകർന്നിരുന്നത് അവിടുത്തെ മാധ്യമങ്ങളാണെന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ്. അധികാരത്തോട് ചേർന്ന് നിൽക്കുന്ന മാധ്യമങ്ങൾ ആരൊക്കെയാണ് അധികാരത്തോട് ചേർന്ന് നിൽക്കുന്നത്? അധികാരത്തോട് ചേർന്ന് നിൽക്കുന്നവരിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആയുധ വ്യാപാരികളാണ്. രണ്ടാമത്തേത് ഫാർമ കമ്പനികളാണ്. ബിൽ ഗേറ്റ്സ് അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. കുത്തിവയ്ക്കുന്ന വാക്സിനുകൾക്ക് വില നിശ്ചയിക്കുന്ന ഒരു വ്യക്തി, ആ വാക്സിനുകൾ ആർക്ക് എങ്ങനെ വിൽക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അതിലൂടെ സാമ്പത്തിക ലാഭം നേടുന്നൊരു വ്യക്തി, ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും മികച്ച മരുന്നുകളാവാം ലഭിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കിക്കൊണ്ട് ഒരു വലിയ ലോകമെമ്പാടുള്ള വലിയ ജനവിഭാഗത്തെ തൻ്റെ ആശ്രിതനാക്കി നിൽക്കുന്ന ഒരു വ്യക്തി പ്രകൃതിയെക്കുറിച്ചും മനുഷ്യനെക്കുറിച്ചും സംസാരിക്കാൻ എത്തുന്ന ഒരു വിശുദ്ധനായി മാറുന്ന, വേദനിപ്പിക്കുന്ന ഒരു വിരോധാഭാസം നമ്മൾ കാണുന്നു. ഇത്തരം ആളുകൾക്ക് അധികാര കേന്ദ്രങ്ങളോടുള്ള താല്പര്യം, അധികാര കേന്ദ്രങ്ങളെ ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നമ്മൾ ലോകമെമ്പാടും കാണുന്നു. അതിപ്പോൾ ഇവിടെ കരിമണൽ കർത്തയുടെ കാര്യമാവാം, മുട്ടിൽ മരമുറി കേസിലെ പ്രതിയുടെ TV ചാനലാണ്. ഇതെല്ലാം നമ്മുടെ ചുറ്റും വലിയ യാഥാർത്ഥ്യമായി നിൽക്കുക. ഇത്തരം ആളുകൾ അധികാര കേന്ദ്രങ്ങളോട് ചേർന്ന് നിൽക്കുമ്പോൾ, ആ അധികാര കേന്ദ്രങ്ങളോട് മാധ്യമങ്ങൾ ചേർന്ന് നിൽക്കുമ്പോൾ അവിടെയാണ് ജനാധിപത്യത്തിൻ്റെ മരണം ഉണ്ടാകുന്നത്. ജനാധിപത്യം മരിക്കുന്നിടത്ത് പ്രകൃതി ഇല്ലാതെയാവുന്നു. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന, മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന സാമ്പത്തിക ശാസ്ത്രമില്ലാതെയാവും. ആ യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഗ്രേറ്റ് ടെൻബർഗിനോ മാധവ് ഗാഡ്ഗിലിനേക്കോ ഒരു അഭിമുഖം നടത്താൻ കഴിയാത്തൊരു മാധ്യമ സംസ്കാരം ഇവിടെ നിലനിൽക്കുന്നു.
ഇത്തരം വിഷയങ്ങൾ ഇപ്പോൾ ഫോറസ്റ്റ് കൺസർവേഷൻ നിയമമാവാം, തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം, ഇതെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം കേരളത്തിലെ മാധ്യമങ്ങൾ ഇല്ല എന്നുള്ളത് നമ്മൾ വളരെ വേദനയോടെയും വളരെ ഭീതിയോടെയും തിരിച്ചറിയേണ്ടിയിരിക്കും. ധാന്യവിളകളാവാം, തണ്ണീർത്തടങ്ങളാവാം, ആമസോണിലെ കാടുകളാവാം, ഇതെല്ലാം എത്ര പ്രാധാന്യത്തോടെ ചർച്ച ചെയ്യണം എന്ന് ജനങ്ങളോട് സംവദിക്കാൻ പറയാൻ കേരളത്തിലെ മാധ്യമങ്ങൾ കഴിയുന്നില്ല എന്നത് വളരെ വേദനയോടെ നമ്മൾ നോക്കിയാണ് കാര്യം. കാരണം ആയുധങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധം, എണ്ണയ്ക്ക് വേണ്ടിയുള്ള യുദ്ധം, ഇതിപ്പോൾ അതിനെ നേരിടാൻ കടലിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങൾ, കടൽ പാതകൾക്ക് വേണ്ടിയുള്ള യുദ്ധം, ഇത്തരം യുദ്ധങ്ങളെല്ലാം സൃഷ്ടിക്കുന്ന അരാജകത്വം, സാമ്പത്തിക അരാജകത്വം, സാമൂഹിക അരാജകത്വം, അതുവഴി സൃഷ്ടിക്കപ്പെടുന്ന മതതീവ്രവാദം, ഏകാധിപത്യം, ഇതെല്ലാം വലിയ രീതിയിൽ ലോകത്തെ കലുഷിതമാക്കും നമ്മൾ കാണുന്നു. അത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള യുദ്ധത്തിലൂടെ ചേരിപ്പോരിലൂടെ സൃഷ്ടിക്കപ്പെട്ട ബിൻ ലാദനാവാം, ഇന്ന് നൈജീരിയയിലുള്ള ബോക്കോ ഹറാം ആവാം. ഇതെല്ലാം നമ്മുടെ മുന്നിൽ കാണിക്കുന്നത് വലിയൊരു അസ്വസ്ഥത, ഡിസീക്ലിബ്രിയം എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഒരു അസന്തുലിതാവസ്ഥ സൃഷ്ടിക്കപ്പെടുകയാണ്. ഈ അസന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് വലിയ പരസ്പരം ചേർന്ന് പോകേണ്ട കണ്ണികളെല്ലാം വിഘടിക്കുന്നതാണ് ഇവിടെ നമ്മൾ വിഘടിച്ച് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. രാഷ്ട്രീയമായി, സാമ്പത്തികമായി, മതപരമായി, സാംസ്കാരികമായി ആളുകൾ വിഭജിക്കപ്പെടുന്നു. എല്ലാ കണ്ണികളെയും അവരുടെ വൈരുദ്ധ്യങ്ങളെ അംഗീകരിച്ചു കൊണ്ടുവന്ന് ചേർത്ത് പോകേണ്ട കണ്ണികൾ വിഭജിക്കപ്പെടുകയാണ്. ആയുധങ്ങൾക്കും തന്ത്രപ്രധാന കടൽപ്പാതകൾക്കും വേണ്ടിയുള്ള യുദ്ധം നിലനിൽപ്പുള്ള യുദ്ധമായിട്ട് പരിണമിക്കാൻ പോവുകയാണ്. 2-3 പതിറ്റാണ്ട് വെള്ളത്തിന് വേണ്ടിയുള്ള യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ഡാമുകളുടെ ഭാഷാപരമായ വ്യത്യാസത്തിന് പേരിൽ ഡാമുകൾക്ക് വേണ്ടിയുള്ള തർക്കമാവും. അതെല്ലാം പരിണമിച്ച് മറ്റൊരു തലത്തിലെത്തുകയാണ്. അത് നമ്മൾ ബംഗളൂരുവിൽ കാണുന്നുണ്ട്. അവിടെയാണ് നമ്മൾ ഈ അസന്തുലിതാവസ്ഥയെ, ഈ ചങ്ങലയെ പൊളിക്കുമ്പോൾ, ആ ചങ്ങലയിലെ ഒരു കണ്ണിക്കെങ്കിലും ചെറിയ മാറ്റം വരുത്തുമ്പോൾ പ്രകൃതിക്ക് എന്ത് സംഭവിക്കും, മനുഷ്യൻ എന്ത് സംഭവിക്കും എന്നുള്ളതിന് സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക തലങ്ങളിൽ നമ്മൾ മനസ്സിലാക്കി. ഉത്തരവാദിത്വത്തോടെ, ഇത് കൂടുതൽ ഉത്തരവാദിത്വത്തോടെ നയങ്ങളെ, സാമ്പത്തിക നയങ്ങളെ നോക്കിക്കാണേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് ഇത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അതിലൊന്നാമത്തെയാണ് നേരത്തെ പറഞ്ഞ പോലെ കാർഷിക റിയൽ എസ്റ്റേറ്റ് മേഖലയും ഉത്തരവാദിത്വ ടൂറിസം. കാർഷിക മേഖല അന്തസ്സും ആത്മാഭിമാനത്തോടെ ചെയ്യാൻ കഴിയുന്ന ഒന്നാണ്. സമൂഹത്തിൽ വിലയുള്ള സാമ്പത്തിക സുരക്ഷ നൽകുന്ന ഒരു തൊഴിലാണ്. പ്രകൃതിയെ പരിഗണിക്കുന്ന, സമ്പദ് വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്ന ഒരു തൊഴിലാണ് എന്നുള്ള രീതിയിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാർഷിക വൃത്തിക്ക് എത്താൻ കഴിഞ്ഞു. റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരെ പോലെ സമൂഹത്തെ ഏറ്റവും ജീർണ ചുരുക്കൂട്ടം ആളുകൾ ചെയ്യുന്നതാണ് എന്നുള്ള ധാരണ മാറ്റിക്കൊണ്ട് ഭൂപ്രകൃതിയെ ഏറ്റവും ശാസ്ത്രീയമായ, ഏറ്റവും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭൂവിനിയോഗത്തിന്, ഒരു ഭൂവിനിയോഗ നിയമത്തിന് കീഴിൽ ഒരു റിയൽ എസ്റ്റേറ്റ് സംസ്കാരം കൊണ്ടുവരാൻ കഴിഞ്ഞാൽ അത് വലിയ മാറ്റം വരുത്തില്ലേ. സ്ഥലത്തിൻ്റെ ഉപയോഗം, കൈമാറ്റം, ഇതെല്ലാം എത്രമാത്രം പ്രകൃതിയോട് ചേർന്ന് പോകുന്നു. വ്യാവസായിക സൗഹൃദമായ, പ്രകൃതി സൗഹാർദ്ദമായ എത്ര അന്തരീക്ഷം ഉണ്ടാകുന്നു, എത്രമാത്രം ജലാശയങ്ങൾ അതിലൂടെ സംരക്ഷിക്കപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു പക്ഷേ ഒരിക്കലും നടക്കാൻ കഴിയാത്ത ഉട്ടോപ്യൻ ആശയമാണ് നമുക്ക് ചിന്തിക്കാൻ കരുതുമെങ്കിലും അതല്ല എന്ന് തെളിയിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചുറ്റും കാണുന്നു. അതിലൊന്നും നേരത്തെ പറഞ്ഞ പോലെ ബാംഗ്ലൂർ എന്ന് പറയുന്നത് തൊടി നനയ്ക്കുന്നതിന്, കാട് നനയ്ക്കുന്നതിന് ഫൈൻ അടയ്ക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമെങ്കിൽ ഇത് ഉട്ടോപ്യ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത്തരം നയങ്ങൾ, കാർഷിക വൃത്തിയെക്കുറിച്ചും റിയൽ എസ്റ്റേറ്റ് മേഖലയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറേണ്ടത് ഒരു അനിവാര്യതയാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തേണ്ടിയിരിക്കുന്നു. മറ്റൊന്നാണ് ഉത്തരവാദിത്ത ടൂറിസം എന്ന് പറയുന്നത്. വെനീസ് ടൂറിസ്റ്റുകൾക്ക് നികുതി ചുമത്തുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ട് പ്രാവർത്തികമാക്കിയിരിക്കുന്നു. അതെന്താണ് കാണിക്കുന്നത്? അത് തീവ്ര ദേശീയതയാണ്. എൻ്റെ നാട് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നാണോ അത് കാണിക്കുന്നത്? അത്തരമൊരു രീതിയിൽ നമുക്ക് വേണമെന്ന് നോക്കിക്കാണാം. പക്ഷേ അതിനേക്കാൾ അപ്പുറം അത്തരമൊരു സാഹചര്യം പൂർണ്ണമായി നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ലെങ്കിൽ പോലും ഉത്തരവാദിത്തമുള്ള ഒരു സഞ്ചാര നയം ലോകമെമ്പാടും രൂപപ്പെട്ടു വരേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. സഞ്ചാരിയും അയാൾ ചെന്നെത്തുന്ന സഞ്ചാര കേന്ദ്രവും ഒരേപോലെ പരിപോഷിപ്പിക്കപ്പെടുന്ന,
പ്രകൃതിയും മനുഷ്യനും വിഭവങ്ങളുമെല്ലാം ഒരുപോലെ പരിപോഷിപ്പിക്കപ്പെടുന്ന ഒരു സാമ്പത്തിക സാമൂഹിക സാഹചര്യം ഉരുത്തിരിഞ്ഞു വരാൻ ഉത്തരവാദിത്ത ടൂറിസത്തിലൂടെ നമുക്ക് കഴിയില്ല. ഉത്തരവാദിത്ത ടൂറിസം ആഭ്യന്തര സമ്പദ് വ്യവസ്ഥയെ പരിപോഷിപ്പിക്കുന്നതോടൊപ്പം അവിടുത്തെ പ്രകൃതിയെയും അവിടുത്തെ പൗരന്മാരെ പരിഗണിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അത് സാമ്പത്തിക ശക്തിയും പ്രകൃതിയെ പരിഗണിക്കുന്നൊരു സാമ്പത്തിക സംസ്കാരത്തിന് വഴിതെളിക്കില്ല. പണം കൊടുത്ത് ഉപയോഗിക്കേണ്ടതാണ്, പരിരക്ഷിക്കപ്പെടേണ്ടതാണ്, വിലമതിക്കേണ്ടതാണ്, ബഹുമാനിക്കേണ്ടതാണ് എന്നുള്ള ധാരണ വരുമ്പോൾ പ്രകൃതിയോട് ചേർന്നുള്ള പുതിയൊരു സാമ്പത്തിക സാമൂഹ്യ നയം രൂപപ്പെട്ടു വരില്ലേ, പുതിയൊരു സാംസ്കാരിക തലം രൂപപ്പെട്ടു വരില്ലേ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കും. ഇത് കേരളത്തിലും പ്രാവർത്തികമാക്കാൻ കഴിയുന്നു. അത് നമ്മൾ വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ടതാണ്. നമ്മളതിന് മാൽദീവ്സ് പോലെയുള്ള ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരുപക്ഷെ പൂർണ്ണമായും എന്ന് പറയാവുന്ന അളവിൽ ടൂറിസത്തിലൂടെ നിലനിൽപ്പ് നേടുന്നൊരു സമൂഹത്തിൽ തീവ്ര മതചിന്താഗതിയിലൊരു ഭരണകൂടം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയുന്നു. അത്തരം സാഹചര്യങ്ങൾക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഉത്തരവാദിത്ത ടൂറിസം എന്ന് പറയുന്നത് എങ്ങനെ ആണ് മുന്നോട്ട് കൊണ്ടുവരേണ്ടത്? അപ്പോൾ നമ്മളത് സബ്സിഡികളുടെ കാര്യത്തിലാവാം, സാമ്പത്തിക ഭക്ഷ്യ സ്വയം പര്യാപ്തയുടെ കാര്യത്തിലാവാം. ഇതെല്ലാം അന്താരാഷ്ട്ര തലത്തിൽ ബന്ധങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് കൂടി കണക്കിലെടുത്ത് മാത്രമേ നമ്മളൊരു തീരുമാനം എടുക്കാൻ കഴിയുള്ളൂ. നമ്മുടെ നാട്ടിലെ ഭക്ഷ്യവിളകളെ സംരക്ഷിക്കുന്നതിനൊപ്പം നമ്മുടെ നാട്ടിലെ സംരംഭകരെയും തൊഴിലാളികളെയും കർഷകരെയും പരിരക്ഷിക്കുന്നതിനും അവരെ മെച്ചപ്പെടുത്തുന്നതിനും ഒപ്പം തന്നെ അന്താരാഷ്ട്ര ബന്ധങ്ങളെ, കയറ്റുമതികളെ, ഇറക്കുമതികളെ, വാണിജ്യ നയങ്ങളെ എല്ലാം ബഹുമാനിക്കേണ്ടത് കൂടിയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ആഴത്തിൽ പഠിച്ച് തീരുമാനമെടുക്കേണ്ടതാണ്. പക്ഷെ അത്തരമൊരു പഠനത്തിന് നമ്മൾ അവരെ പ്രേരിപ്പിക്കേണ്ടിയിരിക്കും. പുനരുപയോഗ സാധ്യതകളെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അതൊരു തൊഴിൽ മേഖലയായി, ഒരു തൊഴിൽ സംസ്കാരമായി, നേരത്തെ പറഞ്ഞ പ്രകൃതിയെ കൂടി പരിപോഷിക്കുന്ന തൊഴിൽ സംസ്കാരമെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം എന്നുള്ളതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ നമ്മൾ ചർച്ച ചെയ്തു. അത് മൊബൈൽ ഫോണുകളാവാം, ലാപ്ടോപ്പുകളാവാം, കാറുകളാവാം, ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ ഉപഭോഗം കൂടിക്കൊണ്ടുവരികയാണ്. അവ പ്രകൃതിക്ക് സൃഷ്ടിക്കുന്ന ഭീഷണി നമ്മൾ അറിയുന്നതാണ്. എന്നാൽ അവയെ പുനരുപയോഗിക്കാൻ ചെയ്യുന്നൊരു സാധ്യതയായി മാറ്റുമ്പോൾ ഒരുപാട് പേർക്ക് തൊഴിൽ നൽകുന്ന ഒരു പുനരുപയോഗ സാമ്പത്തിക ശാസ്ത്രം ഉയർന്നു വരാനുള്ള സാധ്യത നമ്മൾ അവിടെ കാണുകയാണ്. അപ്പോൾ കേരള ഇക്കോണമി എന്നുള്ള വീഡിയോയും ആ കേരള ഇക്കോണമി എന്നുള്ള ലേഖനവും ആ ലേഖനത്തിന് ഇംഗ്ലീഷിലും മലയാളത്തിലും വിശദീകരണങ്ങൾ നൽകുന്ന വീഡിയോകളും ഈ വീഡിയോയുടെ കൂടെ ചേർത്ത് പ്രകൃതിയെ പരിപോഷിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു മാധ്യമ സംസ്കാരം ഉയർന്നു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.